അപ്പം നമ്മൾ ഗ്രാവൈറ്റിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അലനോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം അലൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അലനെ നമസ്കാരം. അല്ലേ, ഇപ്പം ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം പ്രേക്ഷകർ ഒരുപാട് പേര് ഈ ഗ്രാവൈറ്റ് പുതിയതായിട്ട് വന്ന വണ്ടിയാണല്ലോ, അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ പ്രൈസും പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് ജനങ്ങളോട് ഒന്ന് മനസ്സിലാക്കാം. നമസ്കാരം, എൻ്റെ പേര് അലൻ. അപ്പം ഞാൻ ഇന്നും പ്രധാനമായിട്ടും നിങ്ങളിലേക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഗ്രാവൈറ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഞാൻ പ്രധാനമായിട്ട്, അതായത് നമ്മൾ വീഡിയോയിലോട്ട് പ്രധാനമായിട്ടും കിടക്കുന്നതിന് മുന്നേ ഇത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഏത് തരം ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഈ വാഹനം എന്നുള്ളത് നമുക്ക് പറയാം. നമ്മൾ പ്രധാനമായിട്ടും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം, അതായത് നമ്മളൊരു 6 അല്ലെങ്കിൽ 7 അംഗത്വമുള്ള ചെറിയ ഫാമിലി, ചെറിയ ബഡ്ജറ്റ്, അതായത് ചെറിയ ബഡ്ജറ്റിൽ വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാഹനമാണ്. എന്തുകൊണ്ടാണ് ഞാൻ ആദ്യം അത് തന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രധാനമായിട്ട് ഒരു ചെറിയ ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു 6 അല്ലെങ്കിൽ 7 ആൾക്കാരുള്ള ഒരു ചെറിയ ഫാമിലി, എന്നാൽ അവരുടെ കയ്യിൽ ബഡ്ജറ്റ് ഒരു 7 അല്ലെങ്കിൽ 8 ലക്ഷം രൂപയായിരിക്കും അവരുടെ കയ്യിൽ ബഡ്ജറ്റ് വരുന്നത്. ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫീച്ചേഴ്സ് വേണം, എന്നാൽ അവർക്ക് 7 പേർക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ ഒരു സാഹചര്യത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിസാൻ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ, എന്നാൽ മാക്സിമം ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പേയ്മെൻറ്റിനനുസരിച്ചുള്ള ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഇറക്കിയിരിക്കുന്ന ഒരു വാഹനമാണ് നിസാൻ്റെ ഗ്രാവൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവൈറ്റിൻ്റെ ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള ടെക്ന എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. ഈ ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് നമുക്കിവിടെ കിടക്കുന്നത്. മാനുവലായിട്ട് പറയുന്ന പോലെ, അതായത് ഗിയർ ബോക്സ് വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ, ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, നമ്മളപ്പം പ്രധാനമായിട്ടും വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് എന്താണ് പ്രധാനമായിട്ടും വാഹനത്തിൽ വരുന്ന ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ ഈ ടെക്ന എന്ന് പറഞ്ഞ വേരിയൻ്റ് വരുന്ന ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ മാഗ്നറ്റിക് കണ്ട പോലെ തന്നെ, ഇപ്പോഴുള്ള നിസാൻ വാഹനങ്ങളെ കണ്ട പോലെ തന്നെ നിസാൻ്റെ ഗൺ മെറ്റൽ ഫിനിഷിൽ വരുന്ന നിസാൻ്റെ ലോഗോ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നിസാൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ഗ്രിൽ ഡിസൈൻ അറിയാലോ, നമുക്ക് മാഗ്നറ്റിൽ നമ്മൾ കണ്ടു, ഇപ്പോഴുള്ള മിക്ക നിസാൻ വാഹനങ്ങൾ നമ്മൾ കണ്ടുവരുന്ന സെയിം തന്നെ പാറ്റേണിൽ വരുന്ന അത്യാവശ്യം ബിഗർ ആയിട്ടുള്ള ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ എയർ സർക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്ന നല്ല രീതിയിലുള്ളൊരു ഗ്രിൽ ഡിസൈനാണ്. അത്യാവശ്യം യൂണിക്കായിട്ടൊരു ഫ്രഷ്നസ് മൈൻഡ് വരുന്ന ഒരു ഗ്രിൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിസാൻ്റെ, അതായത് നമ്മൾ വണ്ടിയുടെ ഫേസ് നേരെ നോക്കുമ്പോൾ തന്നെ കാണുന്നത് ഗ്രാവൈറ്റിൻ്റെ ഒരു നല്ലൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഈ വാഹനത്തിലൂടെ നമ്മൾ ഈ ടെക്ന എന്ന് പറഞ്ഞ വേരിയൻറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഗ്രാവൈറ്റിനുണ്ടല്ലോ എല്ലാ വേരിയൻസിലും നമുക്ക് പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് ടെക്നയിലോട്ട് മാറുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ്, ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് ആണ് പ്രൊവൈഡ് ചെയ്ത് വരുന്നത്. സോ നമുക്ക് ഇന്ന് നോക്കണതിൻ്റെ പാറ്റേൺ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു DRLSൻ്റെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് വരുന്നുണ്ട്. നല്ല രീതിയിൽ വേണ്ട ഐക്കോണിക് ആയിട്ടൊരു ലുക്കിന് അത് നല്ല രീതിയിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിരിക്കും ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു C ഷേപ്പ് ഒരു ഗ്രില്ല് വരുന്നത്. നമുക്ക് ഗ്രാവൈറ്റിൻ്റെ പ്രധാനമായിട്ടും പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ നമ്മുടെ ലോഞ്ച് എഡിഷൻ എന്ന് പറഞ്ഞ എഡിഷൻ വരുന്നുണ്ട്. അതിൽ നമുക്കൊരു ഓറഞ്ച് കളറിൽ ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണിത്. അത്യാവശ്യം വണ്ടിയുടെ ഒരു യൂണിക്കായിട്ടുള്ള ഡിസൈനിലോട്ട് ഇത് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാഗ്നറ്റിക് കണ്ട പോലെ തന്നെയുള്ള നമുക്ക് പ്രൊജക്റ്റഡ് ആയിട്ടുള്ളൊരു ഫോഗ് ലാമ്പ് കാര്യങ്ങൾ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ റോഡ് വിസിബിലിറ്റി കാര്യങ്ങൾ, അത്യാവശ്യം നല്ല രീതിയിൽ വെട്ടവും വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിലത്തെ ഗ്രാസിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് നമുക്ക് ഓട്ടോമാറ്റിക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ സെൻസർ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സൈഡ് പ്രൊഫൈലിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ടെക്ന എന്ന് പറഞ്ഞ വേരിയൻറ്റിലോട്ട് വരുമ്പോൾ 15 ഇഞ്ചിൻ്റെ വീൽസാണ് വരുന്നത്. മറ്റുള്ള വേരിയൻസിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് 14 ഇഞ്ചായിട്ട് കുറയുന്നുണ്ട്. നമുക്ക് ഇതിൽ ഒരു വേരിയൻസിൽ നമുക്ക് അലോയ്സ് വരുന്നില്ല, അത് നമുക്ക് അത്യാവശ്യം അലോയ്സ് പോലെ വരുന്ന വീൽസും കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വീൽ ക്യാപ്സ് തന്നെയാണ് അത്യാവശ്യം കാണാൻ ഡ്യുവൽ ടോൺ കളേഴ്സിൽ തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലാണ് വണ്ടി അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ സൈഡ് പ്രൊഫൈൽസിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാഗ്നറ്റിലൊക്കെ കണ്ടുപോലെ തന്നെ നമുക്കൊരു ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ നമുക്ക് മിറേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് പ്രീമിയം ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ക്രോം കളറിൽ. അത്യാവശ്യം നല്ല രീതിയിൽ പ്രീമിയമാണ്. വണ്ടിയുടെ സൈഡ് ലുക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ സൈഡ് പ്രൊഫൈൽ കണ്ടുപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ ബാക്ക് സൈഡിലോട്ട് വരണം. അത്യാവശ്യം യൂണിക്കായിട്ടുള്ള ഡിസൈൻ ബേസിലാണ് വണ്ടി ഇവിടെ ബാക്കിൽ നമുക്ക് ടെയിൽ ലാമ്പ് കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ LED ടെയിൽ ലാംപ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം കാണാനാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വണ്ടി നമുക്ക് രാത്രിയിലൊക്കെ ആണെന്ന് അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യണം, പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വണ്ടിയിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് റിയർ വൈപ്പറ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വേരിയൻറ്റ് വരുന്നുണ്ട്. ഡിഫോക്കൽ ലെൻസ് ഇവിടെയാണ് നമുക്ക് വാഷ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു ആൾക്കാർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വിസിബിൾ ആകുന്ന രീതിയിലൊരു നിസാൻ്റെ ലോഗോ നമുക്ക് അത്യാവശ്യം വലിപ്പത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടെയിൽ ഗേറ്റിന് നമ്മുടെ ടെയിൽ ലാമ്പിനെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു ടെയിൽ ഗേറ്റ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഓപ്പണിങ് വരുന്നത്.
ബൂട്ടിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ശരിക്കും നമ്മളിങ്ങനെ സ്ട്രേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 83 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസാണ് വരുന്നത്. ഇങ്ങനെ നമുക്ക് നോർമലി കാഷ്വലി ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ വെക്കത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാവൈറ്റിന് എന്തുകൊണ്ടാണ് സ്പെഷ്യാലിറ്റി ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 7 അതായത് 3rd റോ സീറ്റ്, അതായത് ഏറ്റവും ലാസ്റ്റ് സീറ്റിൽ നമുക്ക് റിമൂവബിൾ ആയിട്ടുള്ള സീറ്റ്സാണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊരു 5 സീറ്ററായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും, ഒരു 7 സീറ്ററായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് നോർമൽ യൂസിലാണെന്നുണ്ടെങ്കിൽ, അതായത് 7 പേരുമായിട്ട് യാത്ര ചെയ്യുന്നൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സുഖമായിട്ട് 7 പേർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ല നമ്മൾ 5 പേരെ യാത്ര ചെയ്യുന്നുള്ളൂ, അത്യാവശ്യം ലഗേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫോൾഡ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് ഫുള്ളി റിമൂവ് ചെയ്തിട്ടുണ്ടോ നമുക്ക് വണ്ടി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെയാണുള്ളത് ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പം നമുക്കിതിൻ്റെ ബാക്കിലോട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് 5 സീറ്ററായിട്ട് ഉപയോഗിക്കാം, അതുപോലെ 7 സീറ്ററായിട്ട് ഉപയോഗിക്കാം. 5 സീറ്ററായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ സീറ്റ് ഫോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഉപയോഗിക്കാം. ഫോൾഡ് ചെയ്യാൻ നമുക്ക് നോർമലി നമുക്ക് ഈ സീറ്റിൻ്റെ ഇത് ലിവർ വലിക്കുക, ഇത് ഫോൾഡ് ചെയ്ത് വെക്കുക. നമുക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോകാം. ഇങ്ങനെ നമുക്ക് നോർമൽ സാധനങ്ങളോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് ഈ ഒരു സീറ്റിന് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമുക്കിങ്ങനെ, അതായത് ഫോൾഡ് ചെയ്ത് ജസ്റ്റ് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന രീതി ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 600 ലിറ്ററിൻ്റെ സ്പേസ് നമുക്ക് നോർമലി കിട്ടും. ഇപ്പോൾ നമുക്ക് ക്യാഷ്വലി, അതായത് ഈ സീറ്റ് റിമൂവ് ചെയ്യാതെ തന്നെ നമുക്കിവിടെ ലഗേജ് കയറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ വണ്ടി എന്തുകൊണ്ടാണ് മറ്റുള്ള 7 സീറ്റേഴ്സിൽ നിന്നൊരു നമുക്കൊരു വ്യത്യസ്തത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റ് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. ആർക്കും വേണ്ട, അത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിലും പെട്ടെന്ന് ഈസി ആയിട്ട്, ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈ സീറ്റ് ഫസ്റ്റ് റോ സീറ്റ് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് ബാക്കിലത്തെ സീറ്റ് നമുക്ക് ജസ്റ്റ് ഉണ്ടോ, ഇവിടെ 2 ലിവറുണ്ട്, ലിവർ പൊക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാം. സോ ഉണ്ടോ, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് റിമൂവ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലഗേജ് നമുക്ക് കയറ്റും. 5 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ സെക്കൻഡ് റോയ്ക്ക് നമുക്ക് ഇത് കൂടാതെ വേറെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസും കൂടെ വരുന്നുണ്ട്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസും കാര്യങ്ങളും നമുക്ക് വണ്ടിയിൽ കിട്ടും, നല്ല രീതിയിൽ ലഗേജ് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. പിന്നെ നമ്മൾ വണ്ടിയുടെ സെക്കൻഡ് റോയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് റോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ആ സെക്കൻഡ് റോയ്ക്ക് നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് വണ്ടിയിൽ വരുന്നുണ്ട്. നമുക്ക് ഉള്ളിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് വണ്ടിയുടെ നോർമലായിട്ടുള്ള സ്പേസ് വരുന്നത്. നോർമലി നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റ്സും കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലൊരു നമുക്ക് ലെതറും അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയലൈസാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കംഫർട്ടാണ്. ലോങ്ങും കാര്യങ്ങളൊക്കെ പോകുകയാണെങ്കിൽ നല്ല രീതിയിൽ ബോഡി പെയിനോ കാര്യങ്ങളൊന്നും എത്താതെ അത്യാവശ്യം നല്ല രീതിയിൽ കംഫർട്ട് വരുന്നൊരു സീറ്റാണ്. പിന്നെ നമുക്ക് ഇതിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ഇതിൻ്റെ സീറ്റ്സിൻ്റെ പ്രധാനമായിട്ടൊരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സീറ്റ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. അങ്ങനെ ഉള്ളതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ, അതായത് നമുക്ക് 3rd റോ പാസഞ്ചേഴ്സിന് അത്യാവശ്യം നല്ല രീതിയിൽ കംഫർട്ടോ കാര്യങ്ങൾ കൂട്ടാൻ വേണ്ടി പറ്റും. അവർക്ക് നമുക്ക് അത്യാവശ്യം ഇപ്പം എന്നെപ്പോലെ സൈസുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ 2 പേർക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാം. നല്ല രീതിയിൽ നമുക്ക് അവർക്ക് അത്യാവശ്യം ലോങ് പോകാനുള്ള നല്ല കംഫർട്ട് കാര്യങ്ങൾ കിട്ടും. അപ്പം ഈ ഒരു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അവർക്കുള്ള കംഫർട്ട് കൂട്ടാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്നത് കൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ സെക്കൻഡ് റോയിലെ കംഫർട്ട് നമുക്ക് നോർമലി വിടുകയല്ല, കുറച്ചുകൂടെ നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റും. അതിന് നമുക്ക് ഡിക്ലൈനിങ് ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ഇതിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ലിവർ ബാക്കിലോട്ട് പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ നല്ല രീതിയിൽ ഈ ഒരു ലെവൽ വരെ നമുക്കിത് ഡിക്ലൈൻ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അത്യാവശ്യം ഒരു ബോസ് സീറ്റ് സെറ്റപ്പിലൊക്കെ ഇരുന്നുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല സുഖമാണ്. ലോങ് പോകുകയാണെങ്കിൽ നല്ല സുഖമാണ്. നല്ല പെട്ടെന്ന് തന്നെ ഉറങ്ങാനൊക്കെ സാധിക്കും. പിന്നെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സീറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ 3 പേർക്ക് ഇവിടെ സുഖമായിട്ടിരിക്കാം. പിന്നെ ബാക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ സൈസുള്ള ആൾക്കാർക്ക് അങ്ങനെ 2 പേർക്ക്, കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ 3 അല്ല 4 പേർക്ക് സുഖമായിട്ടിരിക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിലോട്ട് വരുവാണെങ്കിൽ ഉള്ളിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഓവറോൾ ഒരു ഇൻറ്റീരിയർ ഡ്യുവൽ ടോൺ കളേഴ്സിലെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വുഡൻ ഫിനിഷിലെ കാര്യങ്ങളാണ് വണ്ടി ഇവിടെ നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ ഏരിയാസ് കവർ ചെയ്തേക്കുന്നത്. നമുക്ക് ഡ്യുവൽ ഡാഷ്ബോർഡ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മുകളിലും ഡാഷ്ബോർഡ്സിൻ്റെ സ്പേസ് വരുന്നുണ്ട്. കൂടെ നമുക്ക് താഴെ ഒരു കൂളിംഗ് ഗ്ലോ ബോക്സ് സിസ്റ്റം കൂടെ വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് ലൈനിങ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 8 ഇഞ്ചിന് ഇൻഫോർടൈൻമെൻറ്റ്, ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ പോലുള്ള ഫംഗ്ഷൻസ് കാര്യങ്ങളെല്ലാം വണ്ടിയിൽ വരുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് സെൻട്രൽ ലോക്കിൻ്റെ ബട്ടണ കാര്യങ്ങളുണ്ട്, ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടണ്. പിന്നെ അത് കൂടാതെ നമ്മുടെ ഈ വാഹനത്തിലോട്ട് വരുമ്പോൾ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ടിൽ സെൻസേഴ്സ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഓഫ് ചെയ്തും ഓൺ ചെയ്ത് വിടാനുള്ള ഫംഗ്ഷൻസ് നമുക്ക് വണ്ടിയുടെ അകത്തുനിന്ന് തന്നെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് മാനുവൽ AC കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓവറായിട്ട് ബഡ്ജറ്റ് കസ്റ്റമറെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാനുവൽ AC കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഈ ഒരു ടെക്ന എന്ന് പറഞ്ഞ വേരിയൻറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് പോലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു USB ചാർജറും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ ടെക്ന എന്ന് പറഞ്ഞ വേരിയൻറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു വയർലെസ് ചാർജർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വയർലെസ് ആയിട്ടുള്ള ഫോണോ കാര്യങ്ങളോ നമുക്ക് ചാർജ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അത് കൂടാതെ നമുക്ക് ഈ ഒരു വേരിയൻറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക്
നമ്മുടെ തേർഡ് വേരിയൻ്റ് എന്ന് പറയുമ്പോൾ എൻകണക്റ്റ എന്ന് പറഞ്ഞ വേരിയൻറ്റും ടെക്നയിലുമായിട്ട് നമുക്ക് സെൻട്രൽ കൺസോളിൽ നമുക്കൊരു കൂളിംഗ് സെൻട്രൽ കൺസോളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ചെറിയ ചെറിയ പാല് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തണുപ്പിച്ച് വെക്കാനുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം യൂസ്ഫുൾ ആണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് ഉണ്ട്, സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു AC തന്നെ ഇവിടെ ഇത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് അത്യാവശ്യം രീതിയിൽ സാധനങ്ങളൊക്കെ തണുപ്പിച്ച് വെക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇതാണ് ഇതിൻ്റെ ഒരു കീ വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയാണ്, ചെറിയതാണ്, എന്നാൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻ കാറ്റഗറിയിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇതൊരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. പിന്നെ തന്നെ മാനുവൽ വേരിയൻ്റ് അവൈലബിൾ ആണ്. പിന്നെ അതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ലോഞ്ച് എഡിഷൻ ഒരു വേരിയൻറ്റിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ വേറൊരു അപ്ഡേഷനിലോട്ട് വന്നതാണ് നമുക്ക് നിലവിൽ ഈ വേരിയൻസിൽ മാനുവലിൽ 5 വേരിയൻസും ഓട്ടോമാറ്റിക്കലി നമുക്ക് പ്രധാനമായിട്ടും 2 നോർമൽ വേരിയൻസും ഒരു ലോഞ്ച് എഡിഷൻ വേരിയൻസും കൂടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് മാനുവൽ വേരിയൻസിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഓൺ ദ റോഡ് പ്രൈസ് റേഞ്ച് ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നത് 6,70,000 മുതലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത്. 5 വേരിയൻസ് വരുന്നുണ്ട്. ടോപ്പനിലോട്ടൊക്കെ വരുവാണെങ്കിൽ 9.2 9.3 റേഞ്ചിൻ്റെ ഇടയ്ക്ക് നമുക്ക് പ്രൈസ് ബഡ്ജറ്റ് കിട്ടും. പിന്നെ ഓട്ടോമാറ്റിക്കിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 9.4 മുതൽ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊരു 10-10.5 റേഞ്ചിലായിരിക്കും വണ്ടിയുടെ പ്രൈസിങ് നിൽക്കുന്നത്. മൊത്തം 3 വേരിയൻസ് ആണ് ഓട്ടോമാറ്റിക്കലി, 2 നോർമൽ വേരിയൻറ്റും ഒരു സ്പെഷ്യൽ ലോഞ്ച് എഡിഷൻ എന്ന് പറഞ്ഞ സ്പെഷ്യൽ എഡിഷൻ വേരിയൻറ്റുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ നമുക്ക് ഈ മാസം 31-ാം തീയതി വരെ നമ്മൾ നിസാൻ കൊടുക്കുന്ന ഒരു പ്രത്യേക ആനുകൂല്യങ്ങളുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന്. പ്രധാനമായിട്ടും അതിൽ വരുന്നതെന്ന് വെച്ചാൽ 3 വർഷത്തേക്കുള്ള സർവീസ് പാക്കേജ്. 3 വർഷത്തേക്കുള്ള സർവീസ് പാക്കേജ് എന്ന് പറയുമ്പോൾ ഫുള്ളി ക്യാഷ്ലെസ് ആയിട്ടുള്ള സർവീസ് പാക്കേജാണ്. അപ്പോൾ നമുക്ക് സർവീസിനൊക്കെ കൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്സും കാര്യങ്ങളൊക്കെ നമുക്ക് പേയ്മെൻറ്റ്ലെസ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ അതുകൂടാതെ 3 വർഷത്തേക്ക് 1,00,000 കിലോമീറ്റർ വരെയുള്ള വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ 3 വർഷത്തേക്കുള്ള RFA നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കസ്റ്റമർക്ക് വേണമെന്നുള്ളത് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. അത്യാവശ്യം വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു പാക്കേജാണ് പ്രൊവൈഡ് ചെയ്ത് വരുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് ഇപ്പോൾ എടുക്കുന്ന കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 31-ാം തീയതി വരെ ആയിരിക്കും നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ച് ഞാനിപ്പോൾ പറഞ്ഞ പ്രൈസ് റേഞ്ചിൽ നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ 31-ാം തീയതി കഴിഞ്ഞ ശേഷം നമുക്ക് ഇപ്പം നിലവിൽ ഇപ്പോൾ റൺ ചെയ്യുന്നത് വെച്ചാൽ ഇൻട്രോഡക്ടറി പ്രൈസാണ്. വണ്ടി ലോഞ്ച് ചെയ്തുള്ള സമയത്തുള്ള പ്രൈസാണ്. അപ്പം നമുക്കിതിനകത്ത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഈ ഒരു മാസത്തേക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രൈസിങ്. ഇപ്പോൾ ഇൻട്രോഡക്ടറി പ്രൈസ് കാറ്റഗറിയിലാണ് വണ്ടി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടിയുടെ വാഹനത്തിൻ്റെ വില കൂടും. അപ്പോൾ നിലവിലിപ്പം റൺ ചെയ്യുന്ന പ്രൈസിന് അത്യാവശ്യം നല്ല രീതിയിൽ അഫോർഡബിൾ ആണ്. അപ്പം വിലയും നിങ്ങൾക്കൊരു ഓഫറായിട്ട് നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റും. അപ്പം നിലവിൽ അത്യാവശ്യം ബഡ്ജറ്റ് കുറഞ്ഞ ഞാൻ പറഞ്ഞ 6.7 മുതലാണ് വണ്ടിയുടെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് ഈ മാസം എടുക്കാൻ താല്പര്യപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ വിളിക്കുക. നമ്മുടെ നമ്പർ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിളിക്കുക, എൻക്വയറി നടത്തുക. ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ അയച്ചു തരുന്നതായിരിക്കും. എന്നെ ഡയറക്റ്റ് വിളിക്കാം, നിങ്ങൾക്ക് സംസാരിക്കാം. മെസ്സേജ് അയക്കണമെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. അപ്പം എൻ്റെ നമ്പറ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പം ടെസ്റ്റ് ഡ്രൈവ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക, ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്യുക. ഞാൻ വന്നാൽ കാണാം, നമുക്ക് നേരിട്ട് സംസാരിക്കാം. വണ്ടി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓടിച്ച് നോക്കാം, വണ്ടിയുടെ കാര്യങ്ങളെല്ലാം വിലയിരുത്താം. സോ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു സോ മച്ച്.